മോദിയുടെ ഫ്ലെക്സ് ബോർഡുകളിലും പത്രപരസ്യങ്ങളിലും എത്ര ലക്ഷം പെൺകുട്ടികളുടെ ചോര പുരണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയും? 2015 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ള സ്കീം മോദിജി ലോഞ്ച് ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ സുരക്ഷയും അവരുടെ എഡ്യൂക്കേഷനുമായിരുന്നു. പക്ഷേ 2021 പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി. ഈ സ്കീമിന് വേണ്ടി ടോട്ടലായിട്ട് ചെലവായ കാശ് 446 കോടി രൂപയായിരുന്നു. ഇതിന്റെ 80%, അതായത് ഏകദേശം 352 കോടി രൂപ ചെലവാക്കിയത് ടിവി, ന്യൂസ് പേപ്പർ, ബസ്സിലൊക്കെ മോദിയുടെ വലിയ പടം വെച്ച് പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിൽ വെറും 20%, അതായത് ഏകദേശം 94 കോടി രൂപ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ സ്കീമിന് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ളത്. അതിലും എത്ര പൈസ കൃത്യമായി ചെലവായിട്ടുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പെൺകുട്ടികളുടെ സേഫ്റ്റിക്കായിട്ട് CCTV ക്യാമറകൾ, പുതിയ പോലീസിന്റെ നിയമനങ്ങൾ, പുതിയ ഗവൺമെന്റ് സ്കൂൾസ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ട കാശാണ് മോദിജി സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയത്. ഈ ഒറ്റൊരു വീഴ്ച കാരണം 2019 തൊട്ട് 2021 വരെ ഏകദേശം 13.5 ലക്ഷം പെൺകുട്ടികളാണ് ഇന്ത്യയിൽ നിന്ന് കാണാണ്ട് പോയത്. ഇത് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. ഏകദേശം 3.5 ലക്ഷം പെൺകുട്ടികളാണ് ചെയ്യപ്പെട്ടത്. ഇതും NCRBയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടാണ്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്ര കേസുകൾ ഉണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിച്ചോ? ഇതിൽ നിന്ന് എത്ര ലക്ഷം പെൺകുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്തായിരുന്നു? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ള ഈ സ്കീമിൽ കോടിക്കണക്കിന് രൂപ സ്വന്തം PR വർക്കിനും പബ്ലിസിറ്റിക്കും വേണ്ടി ഉപയോഗിച്ചപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇത്ര ലക്ഷത്തിന്റെ കണക്ക് പറയേണ്ടി വരില്ലായിരുന്നു. നേരിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് കൈയിട്ട് വരാൻ പറ്റാത്തത് കൊണ്ട് സ്കീമുകൾ ഇറക്കി അതിന്റെ കോൺട്രാക്ട് സ്വന്തം സുഹൃത്തുക്കൾക്ക് തന്നെ കൊടുത്ത് അതിന്റെ കമ്മീഷനും വിഹിതവും വാങ്ങിയാണ് ഈ കറപ്ഷൻ എല്ലാം നടക്കുന്നത്. ഇതാണോ മോദിയുടെ ഗ്യാരണ്ടി?